നിങ്ങൾക്ക് അറിയാവുന്ന വാർത്തയാണ്. അടുത്ത സമയത്ത് ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ചൈനീസ് പ്രസിഡൻറ്റ് യൂറോപ്യൻ ടൂർ നടത്തുന്നത്. പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിലാണ് അദ്ദേഹം പോകുന്നത്: ഫ്രാൻസ്, സെർബിയ, ഹംഗറി. അപ്പം ഈ രാജ്യങ്ങളിൽ പോയതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നതിൽ ഈ ഹംഗറിയും സെർബിയയും മാറ്റി നിർത്തുക, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രധാനപ്പെട്ടത് ഫ്രാൻസിൽ പോയതിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം പ്രസിഡൻറ്റ് മാക്രോണും ചൈനീസ് പ്രസിഡൻറ്റിനെ കൊണ്ട് പല ആവശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാർ എങ്ങനെയെങ്കിലും നിർത്തുക. ഫ്രാൻസിനെ യൂറോപ്പിനെ അത് ശക്തമായിട്ട് ബാധിക്കുന്നുണ്ട്. ഫ്രാൻസിലും അതേപോലെ ജർമ്മനിയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ ഹൈ ആയി, ഗ്രോത്ത് റേറ്റ് കുറയുന്ന കാരണം ക്രൂഡിൻ്റെ അഭാവം, ഗ്യാസ് വരുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ വില കൊടുത്താണ് ഇത് വാങ്ങുന്നത്. അതവരുടെ എക്കോണമിയെ ശരിക്കും ഷാക്കിൾ ചെയ്തിട്ടുണ്ട്, റാറ്റിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അത് നിർത്തുക. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ഈ വാർ പെട്ടെന്ന് നിർത്താൻ താല്പര്യമൊന്നുമില്ല. ഇതും പ്രധാനമായിട്ട് ചർച്ച ചെയ്തു. കാരണം ചൈന വിചാരിച്ചാൽ ഈ വാർ നിൽക്കുകയുള്ളൂ. ഇനി മുന്നോട്ട് എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് തന്നെ ഉദ്ദേശിക്കണം. അതായിരുന്നു മാക്രോണിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ്. അപ്പോൾ അടുത്ത ചോദ്യം, ചൈനയ്ക്ക് എന്താണ് ഡിമാൻഡ്? മനസ്സിലാക്കേണ്ടത്, വലിയ ഡീൽസും അതൊന്നും സൈൻ ചെയ്തില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും ഇതുമൊക്കെയാണ് സൈൻ ചെയ്തത്. അപ്പം എന്താണ് ഷീ ജിൻപിങ്ങിൻ്റെ ഏറ്റവും വലിയ ആവശ്യം? അതായത് ഇന്ത്യയുമായിട്ട് ഫ്രാൻസ് വലിയ രീതിയിൽ എടുത്തു. ട്രേഡ് ആണെങ്കിലും ബൈലാറ്ററൽ റിലേഷൻ ആണെങ്കിലും. ഇന്ത്യയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റായിട്ട് മാക്രോൺ വരുന്നു. ഇന്ത്യയിൽ നിന്നും ഫ്രാൻസിനെ പിടിച്ചു മാറ്റുക, ഇതൊരു ഉദ്ദേശമായിരുന്നു. മറ്റൊരു ഉദ്ദേശമെന്ന് പറയുന്നത് യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതായത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങളെയും അമേരിക്കയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും മാറ്റുക. നിങ്ങൾക്കറിയാവുന്നതാണ് ബെൽറ്റ് റോഡ്. അത് വലിയ കൊട്ടി ആഘോഷിച്ച് ജർമ്മനി വരെയാണ് ആ റോഡിൻ്റെ പണി ഏകദേശം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയതാണ്. അവസാന മൂവ്മെൻറ്റിലാണ് ഇറ്റലി അതിൽ നിന്നും പിന്മാറുന്നത്. അതോടെ ആ പ്രോജക്റ്റ് ഡീറെയിൽഡായിപ്പോയി. കംപ്ലീറ്റ് ആ പ്രോജക്റ്റ് മുഴുവനും ഡീറെയിൽഡായിപ്പോയി. രണ്ടാമത്തെ അവരുടെ ഒരു ഡിമാൻഡ്, അത് എങ്ങനെയെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇറ്റലിയുടെ മുകളിൽ പ്രഷർ ചെയ്യണം. ഇതാണ് ചൈനയുടെ ഒരു ഡിമാൻഡ്. മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്ടർ. ഇപ്പം നമ്മളിപ്പം യൂറോപ്പ് നോക്കുകയാണെങ്കിലും അമേരിക്ക ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയെക്കാളും വലുതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുമ്പോൾ ആ മാർക്കറ്റ്. യൂറോപ്യൻ മാർക്കറ്റ് കൂടുതലായിട്ട് ചൈനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ഇതാണ് അടുത്ത ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അമേരിക്ക നടത്തുന്ന പല പ്രഷർ, ടാരിഫ് കൂട്ടുന്നു, മറ്റുള്ള പ്രഷർ വരുന്നു, ചില സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് അവരുടെ എക്കോണമിക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതവരുടെ ഒരു ഡിമാൻഡാണ്. അതുകൊണ്ട് ഫ്രാൻസിനെ കൂടുതൽ അടുപ്പിക്കുക, ജർമ്മനിയെ കൂടുതൽ അടുപ്പിക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്ലെയർ എന്ന് പറയുന്നത് ഫ്രാൻസും ജർമ്മനിയുമാണ്. കാരണം അവർ തന്നെയാണ് അതിൻ്റെ ഗോഡ് ഫാദർ, ബിഗ് ബ്രദർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേക റോളുണ്ട്. അപ്പോൾ ഫ്രാൻസിൻ്റെ താല്പര്യമുണ്ട്. ഫ്രാൻസിൻ്റെ പല താല്പര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതായത് ഈ ഷീ ജിൻപിങ്ങിനെ കാണുന്നതിന് മുമ്പ് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വാരികയ്ക്ക് മാക്രോൺ കൊടുത്തൊരു ഇൻ്റർവ്യൂ, അതിനകത്ത് യൂറോപ്പ് നശിക്കുകയാണ്, യൂറോപ്പ് ഇത്ര വർഷം കൂടെ കാണുകയുള്ളൂ എന്നൊക്കെ വളരെ അപ്രിഹെൻഷനായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാറാണ്. റഷ്യ വെസ്റ്റിലോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് മറ്റുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും റഷ്യ ഉക്രൈൻ വാർ എത്രയും പെട്ടെന്ന് നിർത്തുക, അതിന് ചൈനയുടെ ഇടപെടൽ ആവശ്യമാണ്. ഇതാണ് മാക്രോണിൻ്റെയും ഏറ്റവും വലിയ ഡിമാൻഡ്. കാരണം ചൈന പറഞ്ഞു കഴിഞ്ഞാൽ, ചൈന ശക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ കേൾക്കും എന്നുള്ള ധാരണ ലോകം മുഴുവനും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇന്ത്യയുമായിട്ടുള്ള ഫ്രാൻസിൻ്റെ അടുപ്പം. കാരണം ഇന്ത്യയുടെ വലിയൊരു ട്രേഡ് പാർട്ണറായിട്ട് ഫ്രാൻസ് മാറി. ഫ്രാൻസിന് ശരിക്കും ബിസിനസ് ഇന്ത്യ മുഖാന്തരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ തന്നെ ഏകദേശം 300ഓളം എയർക്രാഫ്റ്റുകളാണ് ഫ്രാൻസിൻ്റെ ബോയിങ് യൂറോപ്യൻ കമ്പനി പ്രത്യേകിച്ച് എയർബസിൽ നിന്നും വാങ്ങുന്നത്. അപ്പം അത് യൂറോപ്യൻ പല രാജ്യം, ഇപ്പം സ്പെയിനിലാണെങ്കിൽ ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇപ്പം ഈ രാജ്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇൻഡിഗോ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് വാങ്ങുന്നത് എയർബസിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അതും വാങ്ങുന്നത് ഈ എയർബസിൽ നിന്നാണ്. അവരാണ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലാണ് പിന്നീട് അത് നിർമ്മിക്കുന്നത്. പക്ഷേ അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അവരാ കൈമാറുന്നത്. അപ്പം ഇന്ത്യയും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ബന്ധം ചൈനയ്ക്ക് ഒരിക്കലും അത് ദഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് എടുത്തു നോക്കാം. അപ്പം ഇലോൺ മസ്ക് ഇന്ത്യയിലോട്ട് വരാനിരുന്ന പെട്ടെന്ന് ടൂറ് ക്യാൻസൽ ചെയ്യുന്നു, ചൈനയിലോട്ട് പോകുന്നു. ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചൈന പിടിച്ച് വരട്ടി. ഗ്ലോബൽ ടൈംസിനും എല്ലാ പത്രങ്ങളിലും ഇന്ത്യയെ വരുന്നതിന് ശക്തമായിട്ട് ചൈനയുടെ താക്കീതുണ്ടായിരുന്നു. അതിന് ഇന്ത്യക്കെതിരെയുള്ള പ്രചരണം ഉണ്ടായിരുന്നു. കാരണം എലോൺ മസ്കിൻ്റെ ഫാക്ടറികൾ മുഴുവനും ഇതുണ്ടാക്കുന്ന മുഴുവനും ചൈനയിലാണ്. അപ്പോൾ ആ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ എലോൺ മസ്കിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ ടൂർ നിർത്തിവെച്ചത്. ഇതേപോലെ തന്നെ ചൈന ശ്രമിക്കുകയാണ് ഫ്രാൻസിനെയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും ഇന്ത്യയിൽ നിന്നും മാറ്റിയെടുക്കുവാൻ വേണ്ടി. കാരണം ഇന്ത്യ മറ്റൊരു ശക്തമായ രാജ്യമായിട്ട് പോകുന്നു. ഇതൊരിക്കലും ഫ്രാൻസിനെ സഹിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചൈനയെ ശ്രമിക്കുന്നു, ഒരു ഭാഗത്ത് അമേരിക്കയെ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. റഷ്യ ഉക്രൈൻ വാറിനേക്കാളിലും ചൈനയ്ക്ക് താല്പര്യം ഇന്ത്യയുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഫ്രാൻസ് ഒരു ട്രേഡോ അങ്ങനെയുള്ള കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഇതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് കേൾക്കുമ്പം മോദിയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശക്തമായി. നേരത്തെ ഒരിക്കലും ചൈനയ്ക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ഇപ്പം ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കുന്നു, പക്ഷേ ട്രേഡ് ഉണ്ടാകുന്നു. ചൈനയിൽ നിന്നുള്ള ബിസിനസ്സുകൾ ഇന്ത്യയിലോട്ട് വരുന്നു, ഫാക്ടറികൾ ഇന്ത്യയിലോട്ട് വരുന്നു. ഫ്രാൻസിലെ എയർബസിൻ്റെ പല മാനുഫാക്ചറിങ് സംഭവങ്ങൾ ഇന്ത്യയിലോട്ട് വരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡൻറ്റും ചൈനീസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വലിയ പേടി ഇന്ത്യയോട്. ഈ രീതിയിലാണ് അവർ ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പല പ്രഷർ ടാക്ടിക്സ് ഗ്ലോബലി അവർ കളിക്കുന്നത്.